ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടീച്ചർ അറ്റ് ഹോമിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 3ലെ EVSലെ ഫസ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ബ്ലൂമിംഗ് ആൻഡ് സ്പ്രൗട്ടിംഗ്, പൂത്തും തളിർത്തും. June 1st, today was an extremely joyful day for me and my friends. അല്ലേ, ഇന്ന് ഏറ്റവും സന്തോഷമായ ഒരു ദിവസമാണ് ആർക്ക്? For her and his friends. അല്ലേ, we got sapling as part of the Environment Day celebration. അല്ലേ, പ്രകൃതി ദിനത്തിന് അവർക്ക് എന്താ കിട്ടിയത്? ചെറിയ തൈകൾ കിട്ടി. ഐ ഗോട്ട് എ സ്മോൾ കണിക്കൊന്ന. അല്ലേ, എന്താ കിട്ടിയത്? കണിക്കൊന്ന, ഒരു ചെറിയ കണിക്കൊന്നയുടെ ചെടി കിട്ടി. ഐ വെന്റ് ഹോം ആൻഡ് ഷോഡ് ഇറ്റ് ടു മൈ ഗ്രാൻഡ് പാ. അപ്പൊ ഞാൻ വീട്ടിലേക്ക് പോയി എൻ്റെ മുത്തശ്ശനോട് ആ ചെടി കാണിച്ചു. ഹി കെയിം വിത്ത് മീ ടു പ്ലാന്റ് ഇൻ ദി യാർഡ്. അല്ലേ, തോട്ടത്തിൽ നടാൻ വേണ്ടിയിട്ട് അദ്ദേഹം എൻ്റെ കൂടെ വന്നു. ഗ്രാൻഡ് പാ ടോൾഡ് മീ അബൌട്ട് മെനി പ്ലാന്റ്സ്. മുത്തശ്ശൻ എന്താ പല ചെടികളെ കുറിച്ചും അവനോട് പറഞ്ഞു. തുമ്പ, മൂക്കുത്തി, തഴുതാമ, കുറുന്തോട്ടി. ഐ കെയിം ടു നോ ദ നെയിംസ് ഓഫ് മെനി പ്ലാന്റ്സ് ഓൺലി ദെൻ. അപ്പൊ മാത്രമാണ് എനിക്ക് പല ചെടികളെ കുറിച്ചുള്ള പേരുകളൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. ഐ കെയിം ടു there are many trees. അതുപോലെ പല മരങ്ങളും ഉണ്ട്. എന്തൊക്കെയാ അത്? മാംഗോ ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, ടാമറിൻ, കോക്കനട്ട് ഇൻ ദ യാർഡ്. അല്ലേ, തോട്ടത്തിൽ വേറെ എന്തൊക്കെയാ ഉള്ളത്? മാംഗോ, മാവ്, ചക്ക, പിന്നെന്താ പുളി, തെങ്ങ്, എക്സെട്ര. They were all planted by grandpa. ഇതെല്ലാം നട്ടത് ആരെന്നെയാണ്? മുത്തശ്ശൻ തന്നെയാണ്. My കണിക്കൊന്ന will also grow like this. എൻ്റെ കണിക്കൊന്നയും ഇതുപോലെ വളരും. I am waiting for the day it will blossom fully with golden flowers. അപ്പൊ ഞാൻ ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അല്ലെ, ഗോൾഡൻ ഫ്ലവേഴ്സ് ആയിട്ട് പൂക്കുന്നത് കാത്തു നിൽക്കുകയാണ്. What are the trees you have in your home yard? നിങ്ങളുടെ വീട്ടിലെ തോട്ടത്തിൽ എന്തൊക്കെയുണ്ട് ഉള്ളത്? On the backyard means അടുക്കള തോട്ടത്തില് ജാക്ക് ഫ്രൂട്ട് is there, then mango tree, coconut, arecanut means അടയ്ക്ക. Who planted and nourished them? ഇതൊക്കെ ആരാണ് നട്ടു വളർത്തിയത്? My grandparents. Aren't there plenty of plants and trees in your school premises too? അല്ലേ, നിങ്ങളുടെ സ്കൂളില് ഗ്രൗണ്ടിലും ഇതുപോലെ ചെടികളില്ലേ? Yes. Observe the premises of your school and try to write the names of plants there. നിങ്ങളുടെ സ്കൂളിലുള്ള ചെടികള് ഒബ്സർവ് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് പേരെഴുതുക. ഏതൊക്കെയുള്ളത്? ബൊഗൈൻവില്ല, കടലാസ് പൂവ്, റോസ്, ജാസ്മിൻ ആൻഡ് ഓർക്കിഡ്, കോക്കനട്ട്, ലൂക്കസ് തുമ്പ, ഹൈബിസ്കസ്. ആർ ഓൾ പ്ലാന്റ്സ് അറൗണ്ട് us similar? എല്ലാ ചെടികളും ഒരുപോലെയാണോ? നോ. ബിഗ് ട്രീസ് ലൈക്ക്, അല്ലേ, വലിയ ചെടികൾ ഏതൊക്കെയാണ്? വലിയ മരങ്ങള് മാംഗോ ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, tamarind tree, etc. And small plants like lucas, jasmine, rose, etc. Creepers that climb like the jasmine. അല്ലേ, വള്ളിച്ചെടികൾ ഏതൊക്കെയാ? ജാസ്മിന്, പിന്നെന്താ വേറെ കുറെ ബിറ്റർ ഗാർഡ്, ആഷ് ഗാർഡ്, ഇതൊക്കെ വള്ളിച്ചെടികളാണ്. ഓക്കെ. Try to classify the plants around you on the basis of the peculiarities and write the. അപ്പൊ ഓരോ ഒന്നിന്റെയും ക്യാരക്ടറിസ്റ്റിക് അനുസരിച്ചിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ട്രീസിൽ പെട്ടത് എന്താ? ജാക്ക് ഫ്രൂട്ട് ട്രീ, മാംഗോ ട്രീ, കോക്കനട്ട് ട്രീ, അരക്കാനട്ട് ട്രീ ആൻഡ് വേരിയസ് അതേഴ്സ്. സ്മോൾ പ്ലാന്റ്സ് ചെടികൾ ഏതൊക്കെയാ? ബേസിൽ പറഞ്ഞ തുളസി, ഹൈബിസ്കസ് ചെമ്പരത്തി, then റോസ്, മേരി ഗോൾഡ്. Everything comes under this category. Then creepers, അല്ലെ, ചെണ്ടുമല്ലി, അതൊക്കെയാണ് ഈ സ്മോൾ പ്ലാന്റ്സിൽ പെട്ടത്. ക്രീപ്പേഴ്സ് ഏതൊക്കെയാ? ജാസ്മിൻ, ബിറ്റർ ഗാർഡ്, ആഷ് ഗാർഡ്. ദാറ്റ് ഈസ് everything that is we are using as vegetables, it come under the creeper portions. Money plant, etc. The bamboo lore, mola. Bamboo is the largest plant in the grass family. അല്ലെ, പുൽവർഗത്തിൽ തന്നെ ഏറ്റവും വലിയ ഏതാണ്? ബാംബു ആണ്, മുളയാണ്. It is a fast growing plant. ഏറ്റവും പെട്ടെന്ന് വളരുന്നതാണ് ഏത്? ബാംബു. It blossom only once in its lifespan. ഒരിക്കൽ മാത്രമേ അത് പൂക്കുള്ളൂ. And gets destroyed completely after this. അത് പൂത്ത ശേഷം എന്താണ്? അത് സ്വയം നശിച്ചു പോകും. Each bamboo plant deposits thousands of seeds before it perishes. അത് നശിക്കണ മുമ്പ് എന്താണ്? 1000 seeds it produces. The seeds of bamboo are known as, അല്ലെ, അതിന്റെ സീഡ്സിന് നമ്മൾ എന്താ പറയുക? ബാംബു ഗ്രെയിൻസ്. This grains having medicinal value and is used as a food. അല്ലെ, അത് മരുന്നിനുള്ള ഒരു ഇതാണ് ഈ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. ബാംബു ഗ്രെയിൻസ് എന്തായിട്ട് ഉപയോഗിക്കുന്ന? ഫുഡായിട്ട് നമ്മളത് ഉപയോഗിക്കാറുണ്ട്. Then next coming, it is a smiling blossom. I too want a garden. എനിക്കൊരു പൂന്തോട്ടം വേണം. Do you have a garden at home?
നിങ്ങളുടെ വീട്ടിൽ ഒരു പൂന്തോട്ടമുണ്ടോ? What all types of plants do you have in your garden? നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ തരം ചെടികളാണുള്ളത്? Small plants, climbers, etc. അല്ലെ, ചെറിയ പ്ലാന്റുകളും ക്ലൈംബേഴ്സ് ഒക്കെ, വള്ളികളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. Which of the plants blossom? ഏതൊക്കെ ചെടികളാണ് പൂക്കുക? Bougainvillea, jasmine, rose, ഇതൊക്കെയാണ് പൂക്കണത്. Which is the flower you like? ഏത് പുഷ്പമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്? റോസ്. Try to draw its picture. അതിന്റെ പിക്ചർ വരയ്ക്കാൻ നോക്കുക. What are the flowers seen in the picture? ഏതൊക്കെയാണ് പൂക്കൾ ഇതിൽ കണ്ടത്? റോസ്, ജാസ്മിൻ, ലൂക്കാസ്, അലമാൻഡ ആൻഡ് ഹൈബിസ്കസ്. അലമാൻഡ എന്ന് പറയുമ്പോൾ കോളാമ്പി, റോസ്, ജാസ്മിൻ, ലൂക്കാസ്, ഹൈബിസ്കസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ പിക്ചറിൽ കണ്ടത്. How many of the names do you know? ഇതിന്റെ പേരൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നുള്ളത് എഴുതി വെക്കുക. Then red and pink. Which color did you give to the rose? Red color ആണ് നമ്മൾ റോസിന് കൊടുത്തത് അല്ലേ? Did all of you give the same color? നിങ്ങൾ എല്ലാവരും ഇതിന് സെയിം കളർ തന്നെയാണോ കൊടുക്കുന്നത്? No, we are not giving the same color. Which color did you give to the rose? Which color we are giving to the rose? We are giving the red and pink color to the rose. Did all of you have the same color? എല്ലാവർക്കും ഒരേ കളർ തന്നെയാവില്ല അല്ലേ? No. Why did you give them different colors? എന്തുകൊണ്ടാണ് നമ്മൾ അതിന് പല കളറും കൊടുത്തത്? Are all not of the same color? അല്ലേ, എല്ലാവരും ഒരേപോലത്തെ നിറത്തിലുള്ളതാവില്ല. Do all hibiscus plants have flowers of the same color? എല്ലാ ചെമ്പരത്തിക്കും ഒരേ നിറം തന്നെയാവോ? No, it will be vary, അല്ലേ? It will be different for all. Haven't you seen plants that bear flowers of only one color? അല്ലേ, ചില പ്ലാന്റ്സിന് എന്താണ്, ചില ഫ്ലവേഴ്സിന് എന്താണ്, they will be having only one color, like the lucas and the jasmine. Okay, add names of more flowers in the table below. Plants with flowers of different colors and that plants with colors of one color. So different colors എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ വരിക? ഹൈബിസ്കസ്, റോസ്, ലില്ലി ആൻഡ് ഡാലിയ. Of the one color means lucas, jasmine, sunflower and mukutti. Okay, mukutti. I like the fragrance of rose and jasmine. Fragrance means smell. Try to smell flowers like the rose, jasmine, hibiscus, marigold, പറയുമ്പോൾ ചെണ്ടുമല്ലി, etc. As in the case of the flower, don't flowers have different smell? അല്ലേ, ഫ്ലവേഴ്സിന് എല്ലാ ഫ്ലവേഴ്സിനും ഒരേ സ്മെല്ലാണ്? No, that will be different for different ones. How many plants can be identified only by the smell of the flowers? അല്ലേ, ചില പൂക്കളുടെ സ്മെല്ല് കൊണ്ട് നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാ അത്? ജാസ്മിൻ, റോസ്, ക്രിസാന്തിമം, മേരിഗോൾഡ് ആൻഡ് ഫ്രാങ്കിപാനി. That is chrysanthemum, it is ജമന്തി. Marigold, it's Chentumalli, and Frangipani, that is Chambagam. Who am I? Don't you like the I-band game? Kannuvuthi kaliyana I-band. Collect fragrant flowers like rose, jasmine, chrysanthemum endha Jamandi, Frangipani, that is Chambagam, Marigold, Chentumalli. Okay, idil ellathineyum Malayalam varthane thannittundu, etc. Cover the eyes of the friend, alle kuttiyude kannu pothittu with a band. ഒരു ബാൻഡ് വെച്ച് കണ്ണു പൊത്തിയിട്ട് എന്താ? Ask her to the smell each of the flowers. എന്നിട്ട് അവളെ കൊണ്ടിട്ട് ഓരോ ഫ്ലവറും സ്മെല് ചെയ്യാൻ പറയാണ്. How many flowers can she identify their smell? അല്ലേ, ഇത് സ്മെല് ചെയ്തുകൊണ്ട് ആ കുട്ടിക്ക് ഏതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അത് നമ്മളൊന്ന് എഴുതി വെക്കാം. Those that blossom at night. ചില പൂക്കൾ എന്താണ്, രാത്രി മാത്രമേ പൂക്കുള്ളൂ അല്ലേ. Flowers that blossom at night, they are white and fragrant. അപ്പോൾ രാത്രി പൂക്കുന്ന പൂക്കൾ മിക്കവാറും എന്തായിരിക്കും? വൈറ്റും ആയിരിക്കും ആൻഡ് ഓൾസോ നല്ല മണമുള്ളതായിരിക്കും. ദിസ് ഹെൽപ്സ്. അപ്പോൾ വാട്ട് ഈസ് എ പെക്യുലാരിറ്റി? ആ ഫ്ലൈസിനെയൊക്കെ അതിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താ ഈ ഒരു വൈറ്റ് ആൻഡ് ഫ്രാഗ്രന്റ് സ്മെൽ. ക്യൂൻ ഓഫ് ദ നൈറ്റ് അല്ലേ, രാത്രിയിലെ രാജകുമാരി എന്ന് പറയുന്നത് ഏതാ? ഇറ്റ് ഈസ് നിശാഗന്ധി. വെൻ നീലക്കുറിഞ്ഞി ബ്ലോസം, നീലക്കുറിഞ്ഞി പൂക്കുമ്പോൾ അല്ലേ, പേപ്പറിലൊക്കെ നമ്മൾ അത് കാണാറുള്ളതാ. നീലക്കുറിഞ്ഞി ബ്ലോസംസ് ഓൺലി വൺസ് ഇൻ, 12 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ നീലക്കുറിഞ്ഞി പൂക്കുള്ളൂ. വാട്ട് എ സൈറ്റ് ഇറ്റ് ഈസ് ടു സീ ദ നീലക്കുറിഞ്ഞി ബ്ലോസം ഓൾ ഓവർ ദ നീലഗിരി ഹിൽസ് അല്ലേ. നീലഗിരി കാടുകളിൽ ചുറ്റും ഈ മലകളിൽ ഈ നീലക്കുറിഞ്ഞി പൂത്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ദ ജയന്റ് അമംഗ് ഫ്ലവേഴ്സ്, ഏറ്റവും വലിയ പുഷ്പം, ദാറ്റ് ഈസ് വാട്ട്? റെഫ്ലേഷ്യ. ഇറ്റ് ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് biggest flower in the world. It has an approximate weight. എത്രയാ വെയിറ്റ്? എത്രയാ? 10 kilogram and encircle as big as an umbrella. അത് എത്രയാണ്? 10 kilogram ആണ്. പിന്നെ അത് കൂടാതെ എന്താണ്? as big as an umbrella, ഒരു കൊടയുടെ അത്ര വലുപ്പം അതിനുണ്ട്. It has foul smell. ഒരു പൊട്ട സ്മെല്ലും ആണ് അതിന് ഉള്ളത് അല്ലേ.
ആ പൂവ് ഏറ്റവും വലുതാണ്, ലാർജസ്റ്റ് ആണ്, ആൻഡ് ഓൾസോ വാട്ട് ഇസ് ഹാവിങ് എ ബാഡ് സ്മെൽ. ഇതിൽ സൈഡിൽ എന്താ തന്നിരിക്കുന്നത്? ഒരു ഫ്ലവർ വരയ്ക്കാനുള്ള പ്രൊസീജിയർ ആണ് ഇതിൽ തന്നിരിക്കുന്നത്. ഫൈൻഡ് ഔട്ട് വെദർ ഓൾ പ്ലാന്റ് ഫ്ലവേഴ്സ്, എല്ലാ ചെടികളിലും പൂക്കുവോ? നോ, ദർ ആർ ഡിഫറെന്റ് പ്ലാന്റ്സ് അല്ലെ, വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട്, കളേഴ്സ് മാത്രമുള്ള പ്ലാന്റ്സ് ഉണ്ട്. ദേ വോണ്ട് ഫ്ലവർ. ദർ ആർ ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ്, സ്മെൽ ആൻഡ് സൈസ്, പല സൈസിലും കളറിലും സ്മെല്ലിലുള്ള ഫ്ലവേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഫ്ലവേഴ്സ് ക്യാൻ ബി ഐഡന്റിഫൈഡ് ബൈ ദ സ്മെൽ. സ്മെല്ല് വെച്ചിട്ട് നമുക്ക് എന്താ ഫ്ലവേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. There are many flowers in nature that arouse our curiosity. അല്ലെ, പ്രകൃതിയിലെ പല പുഷ്പങ്ങളും കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല അതിശയം വരാറുണ്ട്. Leaves different types, ഇലകളും പലതരം ഉണ്ട്. The smell of each flower can be identified. അല്ലെ, ഇലകളുടെ സ്മെല്ല് നമുക്ക് ചില സമയത്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. What about leaves also? ഫ്ലവേഴ്സ് മാത്രമല്ല ലീവ്സും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. Which are the leaves whose smell you know? അപ്പോൾ ഏതൊക്കെ ലീവ്സിന്റെ സ്മെല്ലാണ് you know? It is the tamarind, mango, lemon and curry leaves. Curry leaves means കറിവേപ്പില. Try to smell leaves of different plants. പല ചെടികളുടെയും ലീവ്സിന്റെ സ്മെല്ല് ഐഡന്റിഫൈ ചെയ്യാൻ നോക്കുക. Are you able to identify the smell? Yes, we are able to identify it. Can you identify the small leaves of plants in your locality? അതായത് നിങ്ങൾക്ക് ചെറിയ ഇലകളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. ഏതൊക്കെയാ അത്? Basil means what? It is തുളസി. Then mango tree, curry leaf, lemon. lemon ഒക്കെ ഒന്ന് പൊടിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല സ്മെല്ല് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. Cinnamon, that is കറുവാപ്പട്ട. Ginger, vetiver, രാമച്ചം. Bitter gourd, കൈപ്പയ്ക്ക. Cashew nut and Spanish thyme, that is പനിക്കൂർക്ക, എക്സെട്ര. അല്ലെ, അതൊക്കെ ജസ്റ്റ് പോട്ടെ. അതായത് ഈ ഐ ബാൻഡ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇത്രയും ലീവ്സ് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ. വി ആർ ഏബിൾ ടു ഐഡന്റിഫൈ ഇറ്റ്. Isn't the smell of the leaves of each plant different? എല്ലാ ലീവ്സും ഡിഫറെന്റ് തന്നെയല്ലേ? കളർ നോട്ട് കളർ, മെജോറിറ്റി ഓഫ് ഇറ്റ് is green in color. Size, smell, it is different. Leaf figures എന്ന് പറഞ്ഞാൽ എന്താ? Leaf is a very important part of a plant. അല്ലെ, എല്ലാ ചെടിയുടെയും ഏറ്റവും important part, that is the storage of the food, it is the leaf. Suppose all of you pluck a leaf each. How many leaves will the plant lose? Hence, let us do an activity using fallen leaves. Collect the leaves of 4 different types of plants. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? 4 വ്യത്യസ്ത ചെടികളുടെ ഇലകൾ കളക്ട് ചെയ്യണം. Is the shape of all leaves you collected same? നോക്കിയേ, ഇതിൽ നോക്കിയേ, 4 leaves ആ, പക്ഷെ 4 വ്യത്യസ്തമായതാണ് അല്ലെ. ലോങ് ഉണ്ടാവും, ഷോർട്ട് ഉണ്ടാവും. It broadened one will be there. Compare the mango leaf with the jack leaf. What is the difference in the shape? മാംഗോയും ജാക്കും തമ്മിലുള്ള ഡിഫറൻസ് you know. മറ്റേതെന്താണ്? നീളത്തിലുള്ളത്, ഇത് കുറച്ചുകൂടി ബ്രോഡ് ആയിട്ടുള്ളത്. Collect leaves fallen from the different mango trees. അപ്പോൾ ലീവ്സ് fallen ആണ് നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്നത്. Aren't the shape the same? No, ഷേപ്പ് സെയിം അല്ല അല്ലെ. Plants can be identified by the shape of the leaves. പ്ലാന്റ്സ് എന്താണ്? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ ഇലയുടെ ഷേപ്പിൽ നിന്ന് തന്നെ നമുക്ക് പ്ലാന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. The shape of leaves of different plants is different അല്ലെ. ഓരോ പ്ലാന്റ്സിന്റെ ലീഫ് എന്താണ്? ഡിഫറെന്റ് ആണ്. പ്ലാന്റ്സ് ക്യാൻ ബി ഐഡന്റിഫൈഡ് ബൈ ദ സ്മെൽ ഓഫ് ദ സ്മെല്ലിലും നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കമ്മിങ് ടു ദ നെക്സ്റ്റ് പേജ്, ഇറ്റ് ഈസ് ലിവിംഗ് തിങ്സ്, ജീവനുള്ളവ. വാട്ട് ആർ ദ ഒബ്ജക്ട്സ് ഇൻ ദ പിക്ചർ? അപ്പൊ ഈ പിക്ചറിൽ നമുക്ക് കുറെ തിങ്സ് തന്നിട്ടുണ്ട് അല്ലെ. ചിലത് ലിവിംഗ് ആണ്, ചിലത് നോൺ ലിവിംഗ് ആണ്. അപ്പൊ ഇതിൽ എന്തൊക്കെയാ തന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ആൻഡ്, ടേബിൾ, കൈറ്റ്, കാറ്റ്. ഇറ്റ് ഈസ് എ പീ പ്ലാന്റ്, ബക്കറ്റ്, കോക്കനട്ട് പ്ലാന്റ്. ദെൻ ആ പ്ലാന്റിൽ നിന്നാണ് ട്രീ വരുന്നത്. ഓക്കെ, കമ്പ്യൂട്ടർ, റോക്ക്, a fish is a glass with water and pumpkin. And water, this has to be distinguished between എന്താണ് ലിവിങ്ങും നോൺ ലിവിങ്ങും ആയിട്ട്. അപ്പൊ ലിവിങ് തിങ്സ് ഏതൊക്കെ വരുന്നുണ്ട്? ആൻഡ്, ഫിഷ്, കാറ്റ്, പീ പ്ലാന്റ് ആൻഡ് പംകിൻ. നോൺ ലിവിങ് തിങ്സ് എന്ന് പറയുമ്പോഴോ ടേബിൾ, കൈറ്റ്, ബാസ്കറ്റ്, ഗ്ലാസ്, കമ്പ്യൂട്ടർ ആൻഡ് സ്റ്റോൺ. ഓക്കെ, what are the peculiarities of living and non living things? Do you know? എന്തൊക്കെയാണ് പെക്യൂലിയാരിറ്റീസ്? ജീവനുള്ളതും ജീവനില്ലാത്തതും. Compare the table. Peculiarities of the living അല്ലെ. ലിവിങ്ങിന്റെ പെക്യുലാരിറ്റി എന്താ? They can grow, വളരാൻ പറ്റും. നോൺ ലിവിങ് ആണെങ്കിൽ do not grow, വളരില്ല. ന്യൂ ones are formed, പുതിയത് reproduce ചെയ്യും. Here, not produce new ones. They can move, നീങ്ങാൻ പറ്റും അല്ലെ. Do not move. Respond, പ്രതികരിക്കാം. Do not respond. നോൺ ലിവിങ് ആണ്, ജീവനില്ലാത്തവയാണെങ്കിൽ do not respond. Take food, living for their growth. In the case of non-living, they do not take food. And peculiarity of living, it is that they die very soon. In the case of non-living, they do not die. Okay, all living things grow.
Food is required for their growth. അല്ലെ എല്ലാ ജീവനുള്ളതും എന്താണ് വളരും. അതിന് എന്താ ആവശ്യമാണ്? ഭക്ഷണം ആവശ്യമാണ്. Don't we grow by taking food? നമ്മളൊക്കെ വളരുന്നത് എങ്ങനെയാ? ഫുഡ് കഴിച്ചിട്ട് തന്നെയാണ് അല്ലെ? Similarly, food is required for the growth of plants too. കൂടാതെ എന്താണ്? ഭക്ഷണം ആവശ്യമാണ് അല്ലെ? പ്ലാന്റിന്റെ ഗ്രോത്തിന് എന്താ ആവശ്യം? ഫുഡ്. Don't we cook food in our house in the kitchen? നമ്മള് ഫുഡ് വീട്ടിലല്ലേ പ്രിപ്പയർ ചെയ്യണത്? in the kitchen. Plants prepare their food in the leaves. Plants എന്ത് ചെയ്യും? ഫുഡ് പ്രിപ്പയർ ചെയ്യും അല്ലെ? എന്തിലാണ്? ലീവ്സിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യും. They prepare food. It is used for their growth. ഈ ഉണ്ടാക്കിയ ഭക്ഷണം എന്തിനാവശ്യമാണ്? അവർക്ക് വളർച്ചയ്ക്ക് ആവശ്യമാണ്. Remaining food is stored by the plant in different ways. ആ ബാക്കിയുള്ള ഫുഡ് എന്ത് ചെയ്യും? ആ പ്ലാന്റിൽ തന്നെ പല ഭാഗങ്ങളിലായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. We use this as our food. നമ്മളത് നമ്മുടെ ഫുഡ് ആയിട്ട് യൂസ് ചെയ്യും. See the pictures of some plants we use for food. Let identify each one. Identify the each one. The prepared food it is used for the plants. ഏതിലെ പ്രിപ്പയർ ചെയ്യണ? ലീവ്സ്. ഓക്കെ, ഇലയിലാണ് പ്ലാന്റ്സ്. അപ്പൊ ആ ലീഫിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇറ്റ് ഈസ് എ കിച്ചൺ ഓഫ് ദ പ്ലാന്റ്. We use this as our food. അപ്പൊ ബോക്സിൽ എന്തൊക്കെയാ തന്നിരിക്കുന്നത്? വീറ്റ് ഈസ് there. Then here. അപ്പൊ നമ്മൾ ഇത് എഴുതണം. ഓക്കെ, വീറ്റ്. Here it is the rice. പിന്നെന്താ? Rice is there. Then what else? This one it is papaya. Papaya. Then this one it is beetroot. Then next one it is carrot. Here it is tapioca. This one is guava. Guava means perica. And this one is radish. Okay, so we had filled everything. ഇനി അടുത്ത എന്താ? ഇതിനെ നമ്മൾ ഒരു ആൽബം ആയിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് എഴുതുക. Okay, what all parts we are using as food, fruits, etc. We use the leaf, flower and fruit of മുരിങ്ങ അല്ലേ? മുരിങ്ങയുടെ എന്തൊക്കെ യൂസ് ചെയ്യണ? ലീഫ്, ഫ്ലവറും ഫ്രൂട്ടും അല്ലെ? മുരിങ്ങക്കായ എല്ലാം നമ്മൾ ആസ് എ ഫുഡ് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാറുണ്ട്. Do we use all parts of the plants for food? എല്ലാ ഒരു പ്ലാന്റിന്റെ എല്ലാ പാർട്സും നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യാറുണ്ടോ? അതിനാണ് ഈ ടേബിൾ. ഓക്കെ, the part we use as flowers ഏതൊക്കെയാ? Onion. Onion actually means what is that? Petals. It is flower. Muringa, cauliflower. Okay. Then coming to the fruit section. Fruits എന്ന് പറയുമ്പോൾ എല്ലാ ടൈപ്സും ഉണ്ട് അല്ലെ? Papaya, pumpkin, mango, orange. Then what? Apple. Everything it is there. Leaf. Spinach is there. Then amaranthus, cassia tora. Then cabbage. Everything it is come under cassia tora, and tora means what? Chamber. Okay. Amaranthus, stem. Then taro, banana. Tuber. മണ്ണിന്റെ അടിയിൽ വളരുന്നതിനെയാണ് നമ്മൾ ട്യൂബർ പറയാ. ടാപ്പിയോക്ക, that is കപ്പ. സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങ്. Potato, that is ഉരുളക്കിഴങ്ങ്. Then beetroot. Everything we are using as food. Germinates when sown. Haven't you seen in plants sprouting out? ചില പ്ലാന്റുകൾ പൊട്ടി മുളച്ച് വരുന്നത് കണ്ടിട്ടില്ലേ? യെസ്. haven't you seen the mango seed, coconut and others sprouting out? ചില വിത്തുകളൊക്കെ എന്താണ്? സ്വയം പൊട്ടി മുളച്ച് അല്ലെ? ഈർപ്പുള്ള സ്ഥലത്ത് നമ്മൾ സപ്പോസ് മാങ്ങ കഴിച്ചിട്ട് ജസ്റ്റ് എറിഞ്ഞാൽ മതി. എന്താണ്? ഈർപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടെ തന്നെ അത് പൊട്ടി മുളച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാം. Seeds germinate to form new plants അല്ലെ? സീഡ്സ് ജെർമിനേറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ആ ന്യൂ പ്ലാന്റ്സ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. Let us also try germinating seed. നമുക്ക് എന്ത് ട്രൈ ചെയ്യാം? Germinating seeds ട്രൈ ചെയ്യാം. Fill a flower pot with soil. അല്ലെ? ഒരു ഫ്ലവർ പോട്ട് നമ്മൾ എന്ത് ചെയ്തു? സോയിൽ വെച്ച് ഫില്ല് ചെയ്തു. Wet the soil. നനച്ചു. എന്നിട്ട് bury a few seeds a little low in the soil. എന്നിട്ട് പയർ വിത്ത് നമ്മളത് ഏറ്റവും മുകളിൽ ഭാഗമായിട്ട് we had planted. Observe the seeding sprouting out. അല്ലെ? മുളച്ച് വരുന്നത് നമുക്കത് കാണാൻ പറ്റും. What are the changes seen? Because daily we should observe. After that only we will able to recognize the different stages of growth of plant. Okay. Examine the various stages of germination of the trees. അതപ്പോൾ ആദ്യം നമ്മൾ ഈ വിത്താണ് ഇട്ടത്. നോക്കി, അതിൽ നിന്ന് ചെറിയൊരു മുള വന്നു. അതിൽ നിന്ന് ഇലകളൊക്കെ പൊട്ടി മുളച്ചു. That is also it is root part. പിന്നെ നെക്സ്റ്റ് എന്താ? ലീഫ് പാർട്ട് ജെർമിനേറ്റ് ചെയ്ത് വരുന്നുണ്ട് അല്ലെ?
You can't see the root of the pea plants on in the flower pot. Let us conduct an experiment to see the root sprouting out. A plant into ullil means a chatted ullil namukadu kaanaan pattilla. If you are taking out and planting into adil ninnu adu eduthittu vera plant cheyan mathrame namukku idu kaanullu. To see the root, place some wet cotton in a glass vessel. നമ്മൾ എന്താ ചെയ്യുന്നത്? നനഞ്ഞ കോട്ടൺ ഒരു ഗ്ലാസ് വെസലിൽ വെക്കുകയാണ്. Put 3 or 4 pea seeds in it. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? 3 or 4 പയർ വിത്ത് അതിലിട്ടു. ഒബ്സർവ് ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം? ഒബ്സർവ് ചെയ്യണം. അല്ലാതെ വിത്ത് ഇട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒബ്സർവ് ചെയ്താൽ ഇറ്റ് വിൽ ബി ഡീക്കേഡ്. ഡോണ്ട് ഫോർഗെറ്റ് ടു വെറ്റ് ദ കോട്ടൺ ഡെയിലി. എന്ന് എന്ത് ചെയ്യണം? ഒന്ന് നനച്ച് വെക്കണം അല്ലേ? ഒബ്സർവ് ദ ചേഞ്ചസ് ഇൻ ദ പീ സീഡ് എവറി ഡേ. എല്ലാ ദിവസവും ആ പയർ വിത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ നോട്ട് ചെയ്യണം. ആൻഡ് നോട്ട് ദം എവിടെ നോട്ട് ചെയ്യേണ്ടത്? ഇൻ യുവർ എൻവയൺമെന്റ് ഡയറി. The seed germinates. മുളച്ചു അല്ലേ? It grows into a leaf, flower and fruit. You see here, this is the seed. അല്ലേ? അതിൽ നിന്ന് റൂട്ട് പാർട്ട് വന്നു, ലീഫ് പാർട്ട് വന്നു, നമ്മൾ ഫിക്സ് ചെയ്തു അല്ലേ? മണ്ണിൽ ഫിക്സ് ചെയ്തിട്ട് വളർത്തുകയാണ്. കോട്ടണിലല്ലേ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്ന ഗ്ലാസ് വെസല്. അതിന് ശേഷം നോക്കിയാൽ ഇറ്റ് ഈസ് ക്ലൈംബ്, ഇറ്റ് ഈസ് ഓൾറെഡി ഫോംഡ്. അപ്പോൾ ഒരു സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ എന്താ? ഇറ്റ് വിൽ ക്ലൈംബ് അല്ലേ? ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യും. ഇത് കണ്ടില്ലേ? പീസ് produced. Did you understand the significance of the seed? Shouldn't such a very significant seed be protected? Should be protected properly. See how plants protect seeds. There are fruits with only one seed. Le chaladine endundavum one seed undavum mango lokke le. And fruits with many seeds. Many seeds, papaya and guava, then jackfruit, then many seeds aana. Okay, examine the seed of fruits and vegetables we use as food as a jackfruit and we use as food, isn't it? Don't you observe the germination of the pea plant? Yes, we had observed. Which comes first, the leaves or the root? Root it is coming first. Do you know why plants have roots? Root ആണ് ഒരു മെയിൻ അല്ലേ? ന്യൂട്രിയൻസും വാട്ടറും എല്ലാം മണ്ണിന്റെ അടിയിൽ നിന്ന് അബ്സോർബ് ചെയ്യണത് റൂട്ട്സ് ആണ്. ഓക്കെ, ലെറ്റ് us try a simple experiment. അപ്പോഴാണ് നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. എന്താ? Take out a rooted peperomia plant. പെപ്പറോമിയ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? മഷിത്തണ്ട്. നല്ല കട്ടിയിലുള്ള വാട്ടറി പ്ലാന്റ് ഇല്ലേ? അതാണ് മഷിത്തണ്ട് ചെടി. വാഷ് ദ റൂട്ട് ഓഫ് ദ പെപ്പറോമിയ പ്ലാന്റ് ഇൻ വാട്ടർ. നമ്മൾ എന്താ ചെയ്യുന്നത്? അതിന്റെ റൂട്ട് വെള്ളം അല്ലെ, അതിൽ മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വെള്ളം വെച്ചിട്ട് നമ്മളൊന്ന് വാഷ് ചെയ്തെടുത്തു. ഒബ്സർവ് ദ കളർ ഓഫ് ദ സ്റ്റെം ആൻഡ് നോട്ട് ഇറ്റ് ഡൗൺ. സ്റ്റെമ്മിന്റെ കളർ നമ്മൾ എന്ത് ചെയ്തു? എഴുതി വെച്ചു അല്ലെ? Take water in a glass vessel. ഒരു ഗ്ലാസ് വെസലിൽ വാട്ടർ എടുത്തു. മിക്സ് എ ഫ്യൂ ഡ്രോപ്പ് ഓഫ് റെഡിങ് ഇൻ ദ വാട്ടർ അല്ലെ? അതായത് ഗ്രീൻ കളർ ആയിരുന്നു സ്റ്റെം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഗ്ലാസ് വെസൽ എടുത്തിട്ട് അതിലേക്ക് റെഡിങ് ഫ്യൂ ഡ്രോപ്സ് ആഡ് ചെയ്തു. ആഫ്റ്റർ 10 minutes place the peperomia plant in the ink water. Peperomia plant means മഷിത്തണ്ട് ചെടി. ഓക്കെ, മഷിത്തണ്ട് ചെടി. അതെന്താ ചെയ്യുക? നമ്മൾ ആ റെഡിങ് ഉള്ള വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചു. is in the ink water. Keep it in the sunlight. സൂര്യപ്രകാശത്തിന്റെ അടുത്ത് നമ്മൾ അത് വെക്കണം. What change do you observe? Is the color change in the stem? What does this happen? Record the observation of the experiment in the. Don't forget to replant the peperomia plant in the soil. അപ്പൊ എന്താണ്? നമ്മൾ ഈ റെഡ് കളർ ഇതിലിട്ട് വെച്ചാൽ what will be the change of the color in the stem? സ്റ്റെമ്മിന് എന്താണ്? It will automatically absorb the water in the plant and the color will change to red color. അല്ലേ? റെഡ് കളർ ആയിട്ട് അത് മാറും. അതെടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് അത് മണ്ണിലേക്ക് തന്നെ നടണം. ഓക്കെ, വാട്ട് ദ റൂട്ട് സേസ്. റൂട്ട് എന്താ നമ്മളോട് പറയുന്നത്? ഐ കീപ് പ്ലാന്റ്സ് ഫിക്സ്ഡ് ഇൻ ദ സോയിൽ അല്ലേ? അതിനും ഈ ചെടികളെയും മരങ്ങളെയും ഒക്കെ മണ്ണിൽ ഉറപ്പിച്ചു വെക്കുന്നത് എന്താണ്? റൂട്ട്സ് ആണ്. ഐ ഹെൽപ്പ് ഇൻ അബ്സോർബിങ് വാട്ടർ അല്ലേ? വെള്ളം വലിച്ചെടുക്കാൻ ഞാൻ ചെടികളെ സഹായിക്കുന്നു. നോട്ട് ഓൺലി വാട്ടർ, മിനറൽസ് റിക്വയർഡ് ഫോർ പ്ലാന്റ്സ് ഫ്രം ദ സോയിൽ അല്ലേ? വെള്ളം മാത്രമല്ല, പിന്നെന്ത് കൂടിയിട്ടാണ്? മിനറൽസും അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. മൈ ഹെൽപ്പ് ഈസ് റിക്വയർഡ് ഫോർ റെയിൻ വാട്ടർ ടു സീപ്പ് ഇൻ ടു ദ സോയിൽ. റിക്വയർഡ് ഫോർ റെയിൻ വാട്ടർ അല്ലേ? മഴവെള്ളം എന്താണ്? മണ്ണിലേക്ക് ഊർന്നിറങ്ങാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണത് ആരാ? റൂട്ട്സ് ആണ്. ആൻഡ് പ്രിവെന്റ് ദ വാഷിംഗ് അവേ ദ സോയിൽ. വാഷിംഗ് അവേ ദ മണ്ണൊലിപ്പൊക്കെ തടയാൻ വേണ്ടിയിട്ട് അല്ലേ? ഇറോഷൻ, സോയിൽ ഇറോഷൻ, ഡിഫോറസ്റ്റേഷൻ ഒക്കെ തടയാൻ വേണ്ടിയിട്ട് ഈ റൂട്ട്സ് മേജർ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് ദ റൂട്ട്സ്. വി യൂസ് ദ റൂട്ട്സ് ഓഫ് മെനി പ്ലാന്റ്സ് ലൈക്ക് ദ കോമൺ സിഡ, കുറുന്തോട്ടി, വെറ്റിവർ, രാമച്ചം അല്ലേ? അതൊക്കെ കുറുന്തോട്ടി രാമച്ചം ഒക്കെ എന്താ? മെഡിസിനലാണ്, മെഡിസിനൽ യൂസ് ആണ്. വാട്ട് ആർ ദേ? ദേ ആർ ആക്ച്വലി റൂട്ട്സ് ആണ് അല്ലെ? വേരുകളാണ് അത്. ദ റൂട്ട്സ് ഓഫ് ടീക്ക് വുഡ്, കോഫി പ്ലാന്റ്, റോസ് വുഡ് ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ക്യൂരിയസ് അല്ലെ? വേരിയസ് ഫർണിച്ചേഴ്സ് ഒക്കെ
sculptures ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. The roots of tapioca and sweet potato. സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങ് യൂസ്ഡ് ആസ് എന്താണ് ഫുഡായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി അടുത്തത് എന്താ പ്ലാന്റ് ആൻഡ് സ്റ്റെം. ഓക്കെ, പ്ലാന്റ് ആൻഡ് സ്റ്റെം എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദാറ്റ്? Did you see the picture? ഈ പിക്ചർ നോട്ട് ചെയ്തോ? വാട്ട് യു സീയിങ്? വിച്ച് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഈസ് മിസ്സിംഗ്? ഇതിൽ ലീവ്സ് ഉണ്ട്, റൂട്ട്സ് ഉണ്ട്. അപ്പൊ ഇത് ഏതോ ഒരു ഭാഗം മിസ്സിംഗ് ആണ് അല്ലെ? വിച്ച് പാർട്ട് ഈസ് മിസ്സിംഗ്? It is actually the stem part that is which is fixing the plants. It is missing. അല്ലേ? സ്റ്റെം പാർട്ട് ആണ് ഇതിൽ എന്ത് മിസ്സായി കിടക്കുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റെം വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് ജോയിൻ ചെയ്യണം. ഹിയർ ഇപ്പൊ ഫിക്സ് ആയില്ലേ? ലീവ്സ് ഒക്കെ ഫിക്സ് ആയി. ഇനി it is a stem that transport the water. അല്ലെ? സ്റ്റെമ്മിൽ കൂടിയാണ് എന്ത് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. വാട്ടർ എല്ലാ ഭാഗത്തേക്കും എത്തണ്ടേ? അതിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? സ്റ്റെം. ദാറ്റ് ഈസ് അബ്സോർബ് ഫ്രം ദ റൂട്ടിൽ നിന്ന് അബ്സോർബ് ചെയ്തിട്ട് സ്റ്റെമ്മിന്റെ വേരിയസ് പാർട്സിലേക്ക് എത്തിക്കുന്നതാണ്, ലീവ്സിന്റെ വേരിയസ് പാർട്സിലേക്ക് എത്തിക്കുന്നതാണ് സ്റ്റെം. പെപ്പറോമിയ പ്ലാന്റ് ടു ഓൾ പാർട്സ്. ജസ്റ്റ് ഇമാജിൻ ദ കണ്ടീഷൻ ഓഫ് എ പ്ലാന്റ് വിത്തൗട്ട് സ്റ്റെം. സ്റ്റെം ഇല്ലാതെ നോ, ഇറ്റ് വിൽ ബി ലൈക്ക് ഫ്ലോട്ടിംഗ് ഇൻ ദ എയർ. The stem too has to stay. സ്റ്റെമ്മിനും നമ്മളോട് എന്തൊക്കെയോ പറയാനുണ്ട് അല്ലെ? എന്താ അത്? I transport the water and minerals absorbed by the root. അല്ലെ? റൂട്ടിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്ന വാട്ടറും മിനറൽസും പോഷകങ്ങളും എന്താണ് ലീവ്സിലേക്ക് എത്തിക്കുന്നത് സ്റ്റെം വഴിയാണ്. Haven't you seen leaves arranged in plants? Leaves ഒക്കെ പ്ലാന്റ്സിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? Without me leaves cannot stand. അല്ലെ? സ്റ്റെം ഇല്ലാതെ ലീവ്സിന് നിൽക്കാൻ പറ്റുമോ? No, it is not possible. It is an imaginary thing. സ്വീറ്റ് സ്റ്റെംസ്, അതിൽ തന്നെ ചിലത് എന്താണ് മധുരമുള്ള സ്റ്റെമ്മുകളും ഉണ്ട് അല്ലെ? ഡോണ്ട് വി ഓൾ ലൈക്ക് ഏതാ അത് എക്സാമ്പിൾ ഏതാ? ഷുഗർ കെയിൻ, കരിമ്പ്. ഇറ്റ് ഈസ് ആക്ച്വലി ദ സ്റ്റെം ഓഫ് ദാറ്റ് പ്ലാന്റ്. ഡു യു നോ ദ ഷുഗർ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ ഷുഗർ കെയിൻ? പഞ്ചസാര ഏതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്? ഇറ്റ് ഈസ് ആക്ച്വലി ഷുഗർ കെയിൻ സ്റ്റെം. വി ഹാഡ് ഫെമിലിയറൈസ്ഡ് യുവർ സെൽഫ് വിത്ത് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്സ് അല്ലെ? നമ്മളിപ്പോ ഒരു പ്ലാന്റ്സിന്റെ പല പാർട്സും എന്താണ് പഠിച്ചു കഴിഞ്ഞിരുന്നു. Observe the picture of the plant given below and label its parts. ഈ ഇതിൽ തന്നിരിക്കുന്ന പിക്ചേഴ്സ് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലേബിൾ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ദിസ് വൺ എന്താ? ലീഫ് ആണ്. അടുത്തത് ഈ നല്ല നിറമുള്ള വയലറ്റ് നിറമുള്ളത് എന്താണ്? ഫ്ലവർ. ഇറ്റ്സ് ആക്ച്വലി ദ ഫ്ലവർ ഓഫ് ദാറ്റ് പ്ലാന്റ്. പിന്നെ ഈ തൂങ്ങിക്കിടക്കുന്നത് കണ്ടില്ലേ? ഇതിൽ നിന്നാണ് എന്താണ്? ദിസ് ഈസ് ദ സീഡ് വിച്ച് ഗീവ് റൈസ് ടു എ പ്ലാന്റ്. Okay, next one it is the stem. Stem നമ്മൾ പറഞ്ഞില്ലേ? It is water from the roots. It reaches the stem. Water from the roots. It reaches the flowers through the stem. Then next one is the root. Root, it is the main portion which helps the plant to absorb water and minerals. Root എന്ന് പറയുന്നതാണ് എന്ത്? It is the main portion of the plant. Coming to the next page, native mango trees vanishing. അല്ലെ? പഴയ മാങ്ങ തൈകളൊക്കെ എന്താണ്? വാനിഷിങ്. ഇറ്റ് ഈസ് ഡിസപ്പിയറിങ്. എന്താണ് അതിന്റെ വിത്ത്? ഇറ്റ് ഈസ് നോട്ട്, ദ സീഡ്സ് ആർ നോട്ട് ജെർമിനേറ്റിംഗ്. ഓക്കെ, ഗ്രീനി മാംഗോ ട്രീ ദാറ്റ് awaited children with her honey sweet mangoes. നല്ല മധുരമുള്ള എന്താണ്? മാമ്പഴം അല്ലേ? അതൊക്കെ ഇപ്പൊ ഡിസപ്പിയർ ആണ്. കാരണം അതിന്റെ സീഡ്സ് ഒന്നും അവൈലബിൾ അല്ല. ഹണി മാംഗോ ട്രീ ദാറ്റ് ലെൻഡ് ഷെയ്ഡ് ടു. അപ്പൊ ഒരു മാംഗോ ട്രീ എന്ന് പറയുന്നത് ആ ഫ്രൂട്ട്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, വേറെ എന്തൊക്കെയാ? തണല്, ഷെയ്ഡ് ടു ഏതിനൊക്കെയാ? ക്രോസ്, ക്യുറൽസ് ആൻഡ് ലിറ്റിൽ ആൻഡ്സ്. ഉറുമ്പിനും കാക്കയ്ക്കും മനുഷ്യന്മാർക്കും കിളികൾക്കും അണ്ണാനും ഒക്കെ എന്താ കൊടുക്കുന്നത്? ഇറ്റ് ഈസ് ഗിവിംഗ് ഷെയ്ഡ് അല്ലെ? തണല് കൊടുക്കുന്നുണ്ട്. ഹൗ മെനി നേറ്റീവ് മാംഗോ ട്രീസ് വെർ അബൌട്ട്സ് ഫോർ സെവറൽ ഓർഗാനിസംസ്? മെനി ഓഫ് ദം ആർ വാനിഷിംഗ് ഫ്രം അവർ സൈറ്റ് അല്ലെ? വെട്ടി നീക്കിയിട്ട് എന്താണ്? അത് നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷിതമായി കൊണ്ടിരിക്കുകയാണ്. നോട്ട് ഓൺലി മാംഗോ ട്രീസ് ബട്ട് മെനി അതർ ട്രീസ് അല്ലെ? മാംഗോ മാത്രമല്ല പല ട്രീസും പ്ലാന്റ്സും എന്താണ്? ഡിസപ്പിയറിംഗ് ഫ്രം അവർ വില്ലേജ്. ഗ്രാമത്തിൽ നിന്ന് ഇപ്പൊ പട്ടണം നിന്ന് എടുത്തു കഴിഞ്ഞാൽ അവിടെ ധാരാളം മരങ്ങൾ വെട്ടി നശിപ്പിച്ചിട്ട് അവിടെ ഫ്ലാറ്റ്സും ഇതൊക്കെ കിട്ടുകയാണ്. അത് ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ബട്ട് കമ്പയറിംഗ് ടു ദ വില്ലേജ് ഇറ്റ് സെൽഫ്, ഗ്രാമത്തിൽ പോലും എന്താണ്? മരങ്ങൾ ഡിസപ്പിയർ ആയി കൊണ്ടിരിക്കുകയാണ്. Isn't not our duty to protect them? നമ്മുടെ ഡ്യൂട്ടി അല്ല, it is to protect them. Yes, it is our duty to protect the plants and trees. Then coming next, let us also plant trees. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് കിട്ടുന്ന പല വെറൈറ്റി ഉള്ള സീഡ്സ് എന്ത് ചെയ്യണം? We should plant them. Okay, plant trees. Let us welcome every little seedling sprouting from the soil.
എന്തൊക്കെ തരത്തിലുള്ള വിത്തുകൾ മുളച്ചു വരണോ അതിനെയൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് ഒരു ഷെയ്ഡ് കൊടുത്തിട്ട് അതിനെ വളർത്തണം. ഓക്കെ, ദാറ്റ് ഈസ് അവർ ഡ്യൂട്ടി ഓഫ് എവറി ചൈൽഡ് ടു പ്ലാന്റ്, അല്ലെ? ഓരോ ചെടി വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് ഓരോ കുട്ടിയുടെയും എന്താണ്, ഇറ്റ്സ് ദെയർ ഡ്യൂട്ടി. ഓക്കെ, പ്ലാന്റ് എ ട്രീ, പ്ലാന്റ് എ ഷെയ്ഡ്. അപ്പൊ നമ്മൾ ഓരോ ട്രീ വെച്ച് പിടിപ്പിക്കുമ്പോൾ എന്താണ്, വിൽ ഗെറ്റ് എ ഷെയ്ഡ്, തണലാണ് നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്യാൻ പോണത്. ദാറ്റ് ഓൾസോ വിൽ പ്രൊട്ടക്ട് ദ soil erosion, it prevent the deforestation. Okay, so that's all about this chapter. Chapter in the 2 or 3 times you should repeatedly read, only you will get the words of the flowers, everything. Okay, if you are interested, please do like, share and subscribe my channel. Okay, thank you.